ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള റവപ്പത്തിരി റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയും റവയും നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ വെള്ളം നല്ല പോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടിയും 1 ഗ്ലാസ് റവയും ഇട്ട് കൊടുക്കാം. ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനും എടുക്കുന്ന വറുത്ത പൊടിയാണ്. പിന്നെ ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അതും എടുക്കാം. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാനിവിടെ അരിപ്പൊടിയും റവയും വെള്ളവും അളന്നെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോഴത്തെ പൊടി നല്ല പെർഫെക്റ്റ് ആയിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതൊരു തട്ടിലേക്ക് മാറ്റാം. ഇതുപോലൊരു തട്ടെടുക്കുകയാണെങ്കിൽ പൊടിയുടെ ചൂട് പെട്ടെന്ന് പോവുകയും ചെയ്യും. നല്ല ഈസി ആയിട്ട് കുഴച്ചെടുക്കാനും പറ്റും. ഈ ഒരു പത്തിരി ഉണ്ടാക്കിയിട്ട് എത്ര മണിക്കൂറുകൾ കഴിഞ്ഞാലും വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഹാർഡായി പോവുകയില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോഴത്തെ പൊടിയുടെ ചൂട് അത്യാവശ്യം പോയിട്ടുണ്ട്. നല്ല പോലെ ചൂടാറാൻ നിൽക്കരുത്. ഇളം ചൂടോടെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്കിത് നല്ല ചൂട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കൈ മുക്കിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. ഇപ്പോഴത്തെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ പൊടി എടുത്തിട്ട് കുഞ്ഞു ഉരുളയാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഏതൊരു വലുപ്പത്തിലാണോ പത്തിരി വേണ്ടത് അത്രയും വലുപ്പത്തിൽ ഉരുളയാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിവിടെ പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. പ്രസ്സിനുള്ളിൽ ഞാനൊരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതുമേ നമുക്ക് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ഇതിനുള്ളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ പ്രസ്സിൽ പരത്താതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നൈസായിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി റെസിപ്പികളെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കാണണേ. ഇപ്പോൾ ഇത് പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിവിടെ അത്യാവശ്യം തിന്നായിട്ട് തന്നെയാണ് ഈ പത്തിരി പരത്തിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കട്ടിയുള്ള പത്തിരിയാണ് വേണ്ടെങ്കിൽ അതുപോലെ പരത്തിയെടുക്കാം. ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ള തവയിലോട്ട് ഈ പത്തിരി വെച്ച് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോഴേ പത്തിരി നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചുട്ടെടുക്കാം. നമ്മളിവിടെ റവ ചേർത്തിട്ടാണ് പത്തിരി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ സോഫ്റ്റും ആയിരിക്കും. ഒട്ടും ഹാർഡായി പോകത്തേയില്ല. ഇപ്പോൾ ഇത് നമ്മുടെ പത്തിരി നോക്കിയാൽ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്, കണ്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ പത്തിരി റെഡി. നോക്കിയാൽ ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ പത്തിരിയും റെഡിയാക്കി എടുക്കാം. പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ടത് വളരെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ പൊടി വാട്ടിയെടുക്കുന്ന സമയത്ത് പൊടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്ന പരുവത്തിൽ വേണം വാട്ടിയെടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിയുടെയും റവയുടെയും അളവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പത്തിരി എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നോക്കി എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. എന്തൊരു രുചിയാണെന്ന് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള റവപ്പത്തിരി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.